നമ്മൾ കുറച്ചാണല്ലോ വ്യൂ പോയിന്റിലേക്ക് പോയിട്ട്. കുറച്ച് ദിവസമായല്ലോ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോയിട്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത വണ്ടിയിൽ വ്യൂ പോയിന്റിൽ പോയി നോക്കിയാലോ? നമുക്ക് താറെടുത്തിട്ടാണ്. നമുക്ക് താറെടുത്തിട്ട് ഇങ്ങോട്ട് പോവാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലെത്തി. കുറച്ച് താറിൻ്റെ വിശേഷങ്ങളാവാം. ഓക്കെ. ഇതിന് മുന്നേ നിങ്ങളൂട്ടത്തിൽ ഇതിൽ പിന്നെ ഈ മലകയറി വന്നിട്ടുണ്ട്. നല്ല 1-2 വേണം. ഓക്കെ. പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ ഇത് നിങ്ങൾ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടെ താറിലേക്ക്? താറ് എല്ലാവരുടെയും ഒരു ഡ്രീം വാഹനമാണല്ലോ. ഞാനും അതേപോലെ തന്നെ 2018 ഇത് ഇറക്കുന്നത്. അതിൻ്റെ മുന്നേ താറ് ഇറങ്ങിയ മുതൽ പിന്നെ അതേ നമുക്ക് വീട്ടിൽ ജീപ്പ് ഉണ്ടായിരുന്നു. അന്ന് പഠിച്ചതൊക്കെ ജീപ്പിൽ തന്നെയാണ് പണ്ട് ചെറുപ്പം മുതൽ. പിന്നെ താറ് ഈ ഒരു മോഡൽ വന്ന സമയം മുതൽ നമുക്ക് അതിന്മേലൊരു പ്രാന്ത് തന്നെയായിരുന്നു. കുറേ നോക്കി ലാസ്റ്റ് പിന്നെ അതിലേക്ക് 2018 അങ്ങോട്ട് ഒന്നും നോക്കാതെ അങ്ങോട്ട് എടുക്കുക തന്നെ ചെയ്ത്. എനിക്ക് ആക്ച്വലി പർപ്പസ് ഉണ്ടോ? ഇവിടെ വയനാട്ടിലാണ്, ഇവിടെ അത്യാവശ്യം ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓഫ് റോഡൊക്കെ പോകാറുണ്ടോ? ഓഫ് റോഡൊക്കെ പോകാറുണ്ട്. അല്ലാതെ തന്നെ നമ്മളെ ഫീൽഡും ഇത് തന്നെയാണല്ലോ, ടൂറിസം ആണല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്. ഒരു സെക്കൻഡ് വെഹിക്കിളായിട്ട് എടുത്തതാണ്. എൻ്റെ അടുത്ത് വേറെ വണ്ടിയുണ്ട്, കാറുണ്ട്. പക്ഷേ ഒരു ഫാമിലി വെഹിക്കിളായിട്ട് ഇതിനൊരിക്കലും ഫുൾ ടൈമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. എന്നാലോ ഫാമിലി ഫണ്ണായിട്ട് നമുക്ക് കൊണ്ടു നടക്കുകയും ചെയ്യാം. ഒരു യൂസർ എന്നുള്ള നിലയ്ക്ക് എന്താ നിങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം? നിങ്ങൾ ഒരു പാഷൻ കൊണ്ട് എടുത്ത വണ്ടിയാണ്. ഓക്കെ. കുറേ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ പുതിയ കുറേ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, ജിംനി, ഗുർഖ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. എന്നാൽ ഇതിന് എപ്പോഴും അതിൻ്റെ ആയിട്ടുള്ള ചാമുണ്ട്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ഒരു യൂസർ എന്നുള്ള നിലയിൽ എങ്ങനെയുണ്ട് മെയിൻ്റനൻസ്? എങ്ങനെയുണ്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്? എങ്ങനെയുണ്ട് കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു സാധനം തന്നെയാണ്. അതിനിപ്പം ബാക്കിയുള്ള കാർ റേറ്റോ അല്ലെങ്കിൽ മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്യാൻ എന്തായാലും പറ്റില്ല. പക്ഷേ പിന്നെ എൻജിനീയറിംഗ് സൈഡ്, എൻജിൻ സൈഡ് ഒരു രക്ഷയില്ല. അത് മഹീന്ദ്ര തന്നെയാണ്. 2.5 ലിറ്റർ ഒരു രക്ഷയില്ല. പക്ഷെ അത് പിന്നെ നെഗറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട്, കാരണം റസ്റ്റ് മഹീന്ദ്രക്കില്ലാണ്. ആദ്യമേ പെട്ടെന്ന് റസ്റ്റ് കൊടുക്കും. അങ്ങനെയല്ല കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണം. പക്ഷേ ഇപ്പോൾ പുതിയ വരുന്ന റോക്സൊക്കെ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ക്വാളിറ്റിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ക്വാളിറ്റി മോശം എന്നല്ല, പക്ഷെ എന്താ അറിയില്ല, പെട്ടെന്ന് പല സ്ഥലങ്ങളിലും റെസ്റ്റ് ആകും. ഇപ്പം നമ്മുടെ അടുത്തുള്ള ബൊലോറോ ആണെന്നുണ്ടെങ്കിലും ഒക്കെ മഹീന്ദ്രൻ്റെ എല്ലാ വണ്ടികൾക്കും പൊതുവേ കേൾക്കുന്നൊരു സംഭവമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഫസ്റ്റ് ഇതൊക്കെ ഒരു പിന്നെ പോയതോ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പിന്നെ ഓഫ് റോഡ് ഇവൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ജസ്റ്റ് ഫോർ ഓഫ് റോഡ് ഇവന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റേഷനിൽ തന്നെ ഞങ്ങൾ ട്രാക്ക് ഇട്ടിട്ട് ഇവന്റ് നടത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഒരു ഫൺ റൈഡ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ട്രെയിനിങ് കൊടുക്കും.
ചെറിയൊരു ഇതൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു വന്നിരുന്നത്. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഒരു അക്കാഡമിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആയിട്ടില്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ ട്രാക്കിനൊക്കെ ഇട്ടിരുന്നത്. പിന്നെ കൂടി മുണ്ടക്കൈ ദുരന്തമൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലൊക്കെ എല്ലാ ടൈമിലും ഫ്ലഡിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ റെസ്ക്യൂ വണ്ടിയായിട്ട് ഇത് മുന്നിലുണ്ടാവും. നമ്മളെ ടീം അതിനായിട്ട് ഇത് മാത്രമല്ല, നമുക്ക് കുറേ വണ്ടികൾ നമ്മുടെ ടീമിൽ കുറേ വണ്ടികളുണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങലാണ്. ഇതിന് 4x4 ലോയിൽ മാർഗ ടോർക്കല്ല, നമുക്ക് ഇതിലേയും കയറി പോവാം. അതിൽ ആ കണ്ടീഷനിൽ അല്ലെങ്കിൽ വണ്ടീനെ പറ്റിയിട്ട് ഒരു കംപ്ലൈൻറ്റും ആർക്കും പറയാനുണ്ടാവില്ല. കാരണം പ്രോപ്പറായിട്ട് ഓടിക്കണം. മോഡൽ അല്ലേ 2H 4H 4L 4L അതൊന്ന് നമ്മൾ സാധാ 2 വീൽ ഡ്രൈവ് പിന്നെ 4 വീൽ ഡ്രൈവ് നോർമൽ പിന്നെ 4 വീൽ ഡ്രൈവ് ഹൈയും ലോയും. അതായത് നമ്മളിപ്പോൾ ലോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പിടിച്ച് കയറും. അതേസമയം നമുക്ക് കുറച്ച് സ്ലഷും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈയിലിട്ടിട്ട് അടിച്ച് കയറ്റി അങ്ങോട്ട് പോകാം. ഏതും നമുക്ക് ബ്രേക്ക് വരെ അപ്ലൈ ചെയ്യണ്ട. ഇതിന് സ്റ്റീപ്പായിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ പിടിച്ച് ഒന്നും കൊടുക്കണ്ട. കയറാനാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ ഇതിനങ്ങനെ മോഡോ ഒന്നും ഇടുന്നില്ല. പക്ഷെ സംഭവം സെറ്റായിട്ട് അങ്ങോട്ട് പോയിക്കോളും. വീൽ സബ്സൈസ് ചെയ്തിട്ടുണ്ട്. വീൽ സ്പെക്കിൽ പറയുന്നതിൽ അധികം മാറ്റിയിട്ടൊന്നുമില്ല, എല്ലാം തന്നെ. പക്ഷേ എൻജിൻ സൈഡിൽ കുറച്ചൊന്ന് ട്യൂണിങ്ങിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാരണം നമുക്ക് റോട്ടിലും കൂടി ഇറക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈൻ കൊടുക്കും. അതുകൊണ്ട് അങ്ങനെയല്ല യാതൊരു വിധ ഇല്ല. പിന്നെ റിമ്മ് സ്റ്റീൽ റിമ്മായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് പുറത്തേക്ക് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ സൈസൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഇതിൽ സ്പെക്കിൽ പറയുന്ന സൈസിൽ തന്നെ. അല്ലാതെ ഇപ്പോൾ ചിലരുണ്ടാവും ഭയങ്കര സൈസൊക്കെ ഇട്ട് ആ ഒരു പരിപാടിക്ക് നിൽക്കില്ല. കാരണം ഒന്ന് നമ്മൾ റോട്ടിലും കൂടി ഇറങ്ങുന്നതുകൊണ്ടേ അതും കൂടി നമ്മൾ നോക്കണമല്ലോ. പിന്നെ ഈവെൻറ്റുകൾക്കൊക്കെ വേണ്ടി സ്പെഷ്യലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താക്കും അപ്പോൾ ഒരു സമയത്ത് ചെയ്യാമെന്ന് മാത്രം. എപ്പോഴും തോന്നിയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. ഇതെന്തായാലും വേറെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷെ വേറൊരു വണ്ടി ഇനിയിപ്പോൾ നോക്കുന്നുണ്ട്. പുതിയൊരു താറ് കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചോളൂ. എക്സ്ചേഞ്ച് ചെയ്തിട്ട് വില്ലിട് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യില്ല. എന്നെ ഞാനാക്കിയ വണ്ടി എക്സ്ചേഞ്ചിലേക്കൊന്നും പോയില്ല. പക്ഷേ റോക്സിലേക്ക് നല്ലൊരു കണ്ണുണ്ടായിരുന്നു. പുതിയ താറ് നിങ്ങൾ ഓടിച്ചിട്ടുണ്ടല്ലോ, 2020 താറ് ഓടിച്ചിട്ടുണ്ട്. അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി. എനിക്കൊന്ന് ഒരുപാട് മാറ്റം. ഒരു എന്താ പറയുക, ജീപ്പിനോടൊക്കെ കടപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ താറ്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ബെറ്റർ നമ്മളെ ഈ ഇറങ്ങിയ CRDI. അതെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്ക ഓഫ് റോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. കാരണം ഒന്ന് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ഒന്ന് ചെരിയും, ചിലപ്പോൾ ഒന്ന് അതാവും. അപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് സൈഡിൽ വുഡാണ്, സോഫ്റ്റ് ടോപ്പാണ്. അപ്പോൾ ഇനി എന്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം ചെറിയ, അതേസമയം പുതിയ 2020 താറൊക്കെ ഹാർഡ് ടോപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നത്തിന് വരെ നമുക്ക് കാറിൻ്റെ പോലെ തന്നെ നല്ല ഹെവി മെയിൻ്റനൻസ് വരും. അതാണ് നമ്മൾ ഓഫ് റോഡ്. അതുകൊണ്ട് അധികം അങ്ങോട്ട് കളിക്കാൻ തോന്നില്ല. അതവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ സാധനം എടുത്തിട്ടാണ് പോവുക. അതാണ് മെയിൻ. പക്ഷേ എൻജിൻ സൈഡൊക്കെ മറ്റതും ഒന്നും കൂടി സ്റ്റെബിലിറ്റി കൂട്ടി നല്ല സെറ്റായിട്ട് തന്നെയാണ് കപ്പാസിറ്റി 2.2 ലിറ്റർ ആണ്. പക്ഷേ ഔട്ട്പുട്ട് കൂട്ടി സുഖമാണ്. അതായത് നമ്മൾ ഒരു കാറ് രണ്ട് പർപ്പസ് നടക്കും. ഹൈവേ റൈഡ് ഡ്രൈവ് നടക്കും, പിന്നെ നമുക്ക് ഓഫ് റോഡ് പോകാൻ വേണ്ടി നടക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. എങ്ങനെയുണ്ട് മെയിൻ്റനൻസ്? പിന്നെ അത് റുട്ടീൻ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മെയിൻ്റനൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പീരിയോഡിക്കായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനായിട്ട് തന്നെ ടീമില്ലോണ്ട് എഞ്ചിനും പിന്നെ ഓയിൽ ചേഞ്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നേ വരേക്ക് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു വന്നില്ല. പിന്നെ നമ്മൾ ഇതേപോലെ ഓഫ് റോഡ് ഇതൊക്കെ പോയി വരുമ്പോൾ പിന്നെ ബുഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ, റാക്ക് ബുഷ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിനനുസരിച്ച് മാറ്റും. റൂട്ടീൻ ചെക്ക് ഉണ്ടല്ലോ, ഓയിൽ ചേഞ്ച് സാധാരണ സർവീസ്, അതിനൊക്കെ എത്ര കോസ്റ്റ് വരും? അതിനൊക്കെ ബിലോ 10,000 ആ റേഞ്ചിലൊക്കെ തന്നെ മൊത്തത്തിൽ മാറുമ്പോൾ എഞ്ചിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നോർമൽ റൂട്ടീൻ ചെക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5,000 ആ റേഞ്ചിൽ തന്നെ വരുള്ളൂ. അതിലൊന്നും കൂടുതലൊന്നും വരുന്നില്ല. വേറെ എന്തെങ്കിലും ഇത് മേജർ വർക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എത്ര കിലോമീറ്റർ ഓടി? നിയർ അബൌട്ട് 75. അതിൽ ഒരു 60ൻ്റെ മേലെയും നമ്മൾ കാട്ടിൽ തന്നെയാണ്, ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടയർ മാറിയിട്ടുണ്ട്. പിന്നെ ഒരു ക്ലച്ച് ഡിസ്ക് മാറിയിട്ടുണ്ട് ഒരു 45,000 ആയപ്പോൾ. കാരണം നമ്മൾ അത്രയും ഇങ്ങനെ ഓഫ് റോഡ് കളിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ക്ലച്ച് ഡിസ്ക് മാറി. ഇതിപ്പോൾ എനിക്ക് ഒരു യൂസ്ഡ് താർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ എടുക്കുന്നില്ലെന്ന് വെച്ചോളൂ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും ഒരു യൂസ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട്? പിന്നെന്താ, താർ ഈ സാധനം എനിക്ക് കിട്ടില്ലല്ലോ, പുതിയത് ഇറങ്ങുന്നില്ലല്ലോ ഇത്. അതുകൊണ്ടാണ് ഇത് ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പർപ്പസിനനുസരിച്ചാണ്. നമ്മളെ പർപ്പസ് എന്താണ്? ഇപ്പോൾ നിങ്ങൾക്കൊരു ഫാമുണ്ട് അങ്ങനെയൊക്കെ എല്ലാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇത്, അല്ലെങ്കിൽ DI താർ. ഇപ്പോൾ കുറേ ആളുകൾ മൈലേജും ബാക്കിയെല്ലാം കൂടി നോക്കിയിട്ട് DIയിലേക്ക് പോകും. പക്ഷേ ഇതാകുമ്പോൾ CRDI ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പവർ.
പിന്നെ ഞാൻ ലോങ് ഡ്രൈവും പോയിട്ടുണ്ട്. ഇപ്പം പിന്നെ കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് പോക്ക്. അത് ശരി. മറ്റു വണ്ടി ഉണ്ടാവും, പക്ഷേ ചില സമയത്ത് നമ്മളിത് എടുത്തിട്ടാണ്. ഒരു ഫീല് വേറെയാണ്. നമ്മൾ ശരിക്കും ഒരു റോഡ് ടയർ വേണം. ഇതിപ്പം ഓഫ് റോഡ് മഡ് ടയറാണ്. ആ ടയറിൽ നമുക്ക് റോട്ടിൽ കളിക്കുമ്പോൾ എത്ര ഒരു സുഖം കിട്ടലില്ല. അത് ശരി. ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഞാൻ മറ്റു ടയർ ഇട്ടിട്ട് തന്നെ പോകും. അത് ശരി. ഇതിലിട്ട് പോകുമ്പോൾ ഒരു പിന്നെ ശരിക്കും 2 പേർക്കാണ് സുഖമായിട്ട് പോകാൻ പറ്റില്ല. ഡ്രൈവർ പ്ലസ് കോ ഡ്രൈവർ, അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലോങ്ങും എത്ര ദിവസത്തേക്കുള്ള യാത്രയ്ക്കും സെറ്റാണ്. ഒരു ടെറൈനൊന്നും അതാ പറഞ്ഞത്, ഏതിലും കൊണ്ടോ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ലല്ലോ. ഇനിയിപ്പോൾ മല ഇടിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ നമുക്ക് പോകാം. അതാണ്. അപ്പോൾ എന്തുവായി ഇതിൻ്റെ വേറൊരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഓട്ടത്തിൽ ഇറങ്ങിക്കോളി, ഞാനും ഇറങ്ങാണ്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് തണ്ടോ? വണ്ടി ഒറ്റയ്ക്ക് എങ്ങനെ പോവാണ്. ആശാൻ അങ്ങനെ പോവും. സീറ്റൊക്കെ കാണിച്ചിടത്തോളൂ. സെറ്റല്ലേ? ഒരു ഫ്രണ്ടിനെ പോലെ കൂടെ കൊണ്ടുനടക്കണം അല്ലേ? ആ, അങ്ങനെ കൂടെ കൊണ്ടുനടക്കാം. അതല്ല ഇത് ഞാൻ കൊടുക്കൂല അറിഞ്ഞ്. കുതിരനൊക്കെ കൊണ്ടുനടക്കുന്ന പോലെ, ആനേനൊക്കെ കൊണ്ടുനടക്കുന്ന പോലെ. Wow. Never expected.